ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. രാധാ സോമലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം. 26/5/25 അപ്പോൾ അതിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ രേവതിയെ എന്താ പറയുക, മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് മധുസൂദനും മഹിമയും കൂടിയിട്ട് അപമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല അത് മാല ഈ മറ്റേ പൂമാലയിൽ ഉടക്കി കിടന്ന് ഞാൻ എടുത്തതാന്നൊക്കെ കുട്ടി പറയുന്നുണ്ട്. പക്ഷെ അവരതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം അവർ ആ പ്രശ്നങ്ങൾ വഷളാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ശ്രീകാന്തിനെയും വർഷനെയും കൂട്ടിയും കൊണ്ട് പോകാലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. പക്ഷേ അവിചാരിതമായിട്ട് കിട്ടുന്നതാണ് ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം. പലതും നോക്കി അതൊന്നൊക്കെ അവർ രക്ഷപ്പെട്ടു പോകുന്നു. അതായത് സച്ചിയും രേവതിയും പിന്നെയാണ് ഇത് അവർക്ക് വന്ന് പെട്ടതാണ്. അങ്ങനെ അവൾ അപ്പോഴേക്കും എന്താ പറയുക, ഭാമയും ചന്ദ്രയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, നിങ്ങളുടെ മരുമകൾ പൂമാല മറ്റേ മാല മോഷ്ടിച്ചു, ഞാൻ വന്നതുകൊണ്ടാണ് കണ്ടതെന്നറിയും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെണ്ണാണോ അവളെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ അപമാനിക്കാറുണ്ട്. അപ്പോൾ ചന്ദ്രയൊന്നും മിണ്ടുന്നില്ല, ഭാമയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പെണ്ണാണ് അവളെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും അവൾ അവസാനം അവിടുന്ന് തട്ടി ഇങ്ങനെ അവളെ മറ്റേ നമ്മുടെ രേവതിയുടെ കയ്യിലാണ് ആ ചെയിൻ ഇരിക്കുന്നത്. ആ ചെയിൻ വാങ്ങുകയാണ് മഹിമത, കണ്ടില്ലേ കട്ടതാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ രേവതി ഓടുകയാണ് അവിടുന്ന്. പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സച്ചിയും രവിയും അശോകനൊക്കെ കൂടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കരഞ്ഞ് ഓടി ചെന്ന് അങ്ങനെ സച്ചീനെ പോയി കെട്ടിപ്പിടിക്കുക. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, സച്ചിയേട്ടാറിനെ കെട്ടിപ്പിടിക്കുക. നീ എന്തിനാ കാരണം എന്താ മോളെന്ന് വെച്ചിട്ട് രവിയും വരുന്നുണ്ട്. മോളെ എന്താ മോളെ പറ എന്നറിയാം. അപ്പോൾ കാരണം സങ്കടം കൊണ്ട് നമ്മുടെ പിന്നെ എന്താ പറയുക, രേവതിക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. അങ്ങനെ പൊട്ടി 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 കരയാണ്. അപ്പോൾ എന്താ പറ്റി അറിഞ്ഞ് എല്ലാവരും ചോദിക്കുന്നത് എന്താണ്. അപ്പോഴേക്കും ഇവളിങ്ങനെ ഓടി വരുന്നതും ഒക്കെ കാണുമ്പോൾ ആൾക്കാരൊക്കെ കൂടെ നോക്കുകയാണ്. എന്താ വെച്ചിട്ട് എല്ലാവരും കുറേ പേരൊക്കെ അതിഥികളുണ്ട് അവിടെ, കുറേ പേരൊക്കെ പോയിട്ടുള്ളൂ. അവരൊക്കെ ഓടി വരികയാണ്. അപ്പോൾ വർഷയും ശ്രീകാന്തും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണേ. അപ്പോഴേക്കും അതിൻ്റെ പിന്നാലെ മഹിമ, മധുസൂദനൻ, പിന്നെ അതുപോലെ ഭാമ, ചന്ദ്ര എല്ലാവരും കൂടെ വരികയാണ്. അപ്പോൾ നമ്മളെ എന്താ പറയുക, ഇവളുണ്ടല്ലോ ശ്രുതിക്ക് മീരയ്ക്കും സന്തോഷമായി. കാരണം അവർക്കൊരു അടി അവിടെ നടക്കണം എന്നായിരുന്നു ആഗ്രഹം. അത് അടിപൊളിയായി. അപ്പോൾ എന്താ ഈ നടക്കണേന്ന് ചോദിക്കണം അവർ നമ്മൾ. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഗ്രീൻ റൂമിനുള്ളിൽ ബഹളം നടക്കുമ്പോൾ എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിക്കുക. അപ്പോൾ ഇയാളും ഈ ശ്രുതിയുടെ അടുത്ത് നിൽക്കുകയാണ്. എന്നിട്ട് അവരവിടെ പോയി നിൽക്കുക. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് മീരയോട്, നീ നമ്മൾ പറഞ്ഞയച്ച ആളാണോ, എന്താ അവിടെ പ്രശ്നം നടക്കുന്നുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പറയും, അയാളൊക്കെ പോയി എന്നറിയാം. അപ്പോൾ ഇതിൽ വേറെ എന്തോ പ്രശ്നമാണ്, അപ്പോൾ നമുക്ക് പോയി നോക്കാന്നിട്ട് അവരും വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വരുമ്പോഴേക്കും പിന്നെ രേവതീനെ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് മാറ്റി നിർത്തുന്ന സമയത്ത് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് മധുസൂദനൻ പറയും, ഇവള് മാല കട്ടു എന്ന് പറയണം. അപ്പോൾ പറയും, മാല കക്ക് നോക്കിയപ്പോൾ സച്ചിയുടെ മുഖമൊക്കെ ഇട്ട് വല്ലാണ്ട് വേണം, മാല കെട്ട് അനാവശ്യം പറയരുത് അറിയാം. ഞാൻ കണ്ടു, ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവള് മാല കെട്ടിട്ട് അവളെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. ഇതാ നിങ്ങളെ ഭാര്യ സാക്ഷിയാണെന്നറിയും. അതിൽ ചന്ദ്ര ആകാൻ നന്ദമുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് അപ്പോൾ ചെല്ലുന്നേ ഉള്ളൂ. അപ്പോൾ പറയും, ഇല്ലേ അറിഞ്ഞപ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ പറയും, പിന്നെ പറയുമെന്നറിയും. അപ്പോൾ മഹിമയും പറയും, നിങ്ങൾ പറയുമെന്ന് മഹിമയും നിർബന്ധിപ്പിക്കുകയാണ് ചന്ദ്രനോട്. അപ്പോൾ ചന്ദ്ര പറയും, അതെ കയ്യിൽ മാല ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് ചന്ദ്ര. അതിൽ പെട്ടെന്ന് ഇവർക്ക് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. കാരണം അതുവരെയും ഓരോ കാര്യത്തിൽ ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. സച്ചിക്ക് അറിയാം ഇവർ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് സച്ചിക്ക് അറിയാം. അപ്പോൾ പറയും, പിന്നെ ഇല്ല അവളൊരിക്കലും അങ്ങനെ ചെയ്യില്ല, അനാവശ്യം പറയരുത് അറിയും ദേവി. അപ്പോൾ പറയും, അനാവശ്യം പറയല്ലേ, ഞാൻ കണ്ടതാണ്, ഞാൻ ആ സമയത്ത് അവിടെ ചെന്നതുകൊണ്ടാണ് ഞാനത് കണ്ടത് എന്ന് പറയും മധുസൂദനെ. അതിൽ പറയും, നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കില്ല, എൻ്റെ രേവതി മോൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എൻ്റെ രേവതി മോൾ അങ്ങനെയുള്ള ഒരാളല്ല, എനിക്ക് നന്നായിട്ട് അറിയാൻ അറിയും. അപ്പോൾ പറയും മഹിമ പറയും, അല്ല സത്യം ഞങ്ങൾ കണ്ടതാണ്, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ അവളെ കയ്യിൽ മാല ഉണ്ടായിരുന്നു, അവൾ കട്ട തന്നെയാണ് എന്നൊക്കെ പറയും. അപ്പോഴേക്കും സച്ചിക്ക് ഇങ്ങോട്ട് കയറി. അപ്പോൾ സച്ചി പറയും, മതി നിങ്ങൾ അധികം സംസാരിക്കേണ്ട, നിങ്ങൾ വേണ്ടാത്ത പറഞ്ഞത്, എൻ്റെ ഭാര്യ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയും. അപ്പോൾ രവിയും പറയും, ഇല്ല ഒരിക്കലും എൻ്റെ രവതി മോളത് ചെയ്യില്ല, അവൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്, പിന്നെ അന്തസ്സായി പൂക്കട നടത്തി അതെന്ന് വരുമാനം കൊണ്ട് ജീവിക്കുന്ന കുട്ടി, അല്ലാണ്ട് നിങ്ങൾ ആരുടെ മാലയോ ഒന്നും അവൾ മോഷ്ടിക്കില്ല എന്നിങ്ങനെ രവിയും പറയും കേട്ടോ. അപ്പോൾ പറയും, പിന്നെ മോഷ്ടിക്കാതെ പിന്നെ മോഷ്ടിച്ചത് തന്നെ ഞാൻ കണ്ടതാന്ന് പറഞ്ഞു. പിന്നെയും അയാൾ അതിൻ്റെ മുകളിൽ കയറി പിടിക്കുകയാണ്, ഞാൻ കണ്ടു അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സച്ചിത സാറേ വെറുതെ വേണ്ടാത്ത പറയല്ലേ എന്നൊക്കെ അവന് പറയുന്നുണ്ട്. സാറേ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ പറയും,
നിൽക്ക്, നിങ്ങൾ നിർത്തുക, അധികം നിങ്ങൾ സംസാരിക്കും, ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചോക്കട്ടെ എന്താ സംഭവിച്ചത്, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും. അപ്പോൾ സച്ചി ചോദിക്കും, രവതി എന്താ സംഭവിച്ചു പറയും. അപ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ നിന്ന് കരയല്ലേ, കരയാതെ കാര്യം പറയും, എന്താ സംഭവിച്ചതെന്നറിയും. അപ്പോൾ പറയും, ഞാൻ അവിടെ നിൽക്കുമ്പോൾ ബാമാൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്പലത്തിൽ പോകണം, ഇപ്പോൾ വർഷേനെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ വർഷയെ വിളിക്കാൻ വേണ്ടി റൂമിൽ ചെന്നു എന്ന് പറയും. റൂമിൽ ചെന്നു എന്ന് പറയും. അപ്പോൾ റൂമിൽ ചെന്നു എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അയാളെടുത്ത വഴിക്ക് മധുസൂദനൻ റൂമിൽ ചെന്നപ്പോൾ ആരുമില്ല, നല്ല സമയമല്ലേ, ആ സമയത്ത് മാല കട്ടു. അയാൾ പിന്നെയും പറയുക. അപ്പോൾ പറയും, നിങ്ങളോടാണ് മിണ്ടാതിരിക്കാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കട്ടെ, ഞാൻ ഭാര്യയോട് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്താ സംഭവിച്ചതെന്നുള്ളത് എന്ന് പിന്നെയും സച്ചി പറയും. അപ്പോൾ പറയും എന്താണെന്നുണ്ടായി. അപ്പോൾ ബാമ ആണോ എന്നൊക്കെ ബാമ, അതെ നിൻ്റെ അമ്മ പറഞ്ഞു, പിന്നെ സച്ചി എല്ലാവരെയും വിളിക്കാം, അമ്പലത്തിൽ പോകണമെന്ന് നിൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ വർഷ അവിടെ കണ്ടില്ല, അപ്പോൾ ഞാനാണ് പിന്നെ വർഷയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്ന് പറയും. അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് വയ്ക്കും. ഇപ്പോൾ കയ്യിൽ മാല കണ്ടു വെച്ചത് കക്കുന്നതാണോ എന്ന് ബാമ അത്ര പോലും ചന്ദ്ര ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതെ അപ്പോൾ മാല പിന്നെ പൂമാലയും തെച്ചിമാലയും അവിടെ ഊരിയിട്ടിരുന്നു, മറ്റേ തുളസിമാല അവിടെ ഊരി വെച്ചിരുന്നു. ആ മാലയിൽ സ്വർണ്ണമാല കുരുങ്ങി കിടക്കുകയായിരുന്നു എന്നിങ്ങനെ പറയും. സ്വർണ്ണമാല കുരുങ്ങി കിടക്കുകയായിരുന്നു. പിന്നെ എന്താണ് അത് ഞാൻ കണ്ടു, അത് ഞാൻ എടുക്കരുത്, ഞാനത് പറയുകയും ചെയ്തു, അതിനാണ് എന്നെ കള്ളിയാക്കിയത് എന്നിങ്ങനെ രേവതി പറയുകയാണ്. അതിൽ പറഞ്ഞു കള്ളം പറയുകയാണ് അവൾ, നോണ പറയുകയാണ് അവൾ. പിന്നെ കാരണം അത്രയും നേരം വർഷയുടെ കൂടെ ഉണ്ടായിട്ട് ആ മാല പിന്നെ അഴിച്ച് പൂമാലേൻ്റെ മുകളിൽ കൊരുത്ത് വെച്ചു, എന്നിട്ട് പിന്നെ എല്ലാവരും ഇല്ലാത്ത സമയത്ത് അത് എടുക്കാൻ വേണ്ടി ചെന്നതാണ് എന്ന് പറയും മധുസൂദൻ. അപ്പോൾ പറയും, വേണ്ട, വെറുതെ അനാവശ്യം പറയരുത് എന്നൊക്കെ ഇങ്ങനെ മറ്റേ നമ്മളുടെ രവി പറയുന്നുണ്ട്. സൂക്ഷിച്ച് സംസാരിക്കണം, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. അത് കള്ളി തന്നെയാണ്, അല്ലെങ്കിൽ ഇവള് കള്ളിയല്ലേ, ഇവള് പിന്നെ ഏത് ഇതിലാണ് നിങ്ങളെ വീട്ടിലേക്ക് വന്നതെന്നൊക്കെ എനിക്കറിയാം. ഇവളെ അനിയൻ കള്ളനാന്ന് എൻ്റെ വർഷ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അതും കൂടി കേൾക്കുമ്പോഴേക്കും നമ്മളുടെ സച്ചിക്ക് ഇട്ട് കയറി വരും. പൊതുവെ സച്ചിക്ക് അത് പെണ്ണിനെ ഇഷ്ടമല്ല. അപ്പോൾ കയറി വരും. അപ്പോൾ പറയും, പിന്നെ എന്താണ് അനാവശ്യം പറയരുത്. പിന്നെ അനാവശ്യം പറഞ്ഞതല്ല, നിൻ്റെ വീട്ടിലെ ബൈക്ക് ഇവളെ അനിയൻ മോഷ്ടിച്ചുകൊണ്ട് പോയില്ലേ, അതിന് ശേഷം അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഒരു അനിയൻ മോഷ്ടാവാണെങ്കിൽ ചേച്ചി മോഷ്ടാവ് തന്നെയാവും എന്നൊക്കെ പറയും. നിങ്ങൾ വേണ്ടാത്തത് പറയല്ലേ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ രവി പറയും, വെറുതെ വേണ്ടാത്ത അനാവശ്യങ്ങൾ പറയരുത് എന്ന് പറയുന്നുണ്ട്. രവിയുടെയും കൺട്രോൾ പോയി. അപ്പോൾ പറയും, മധുസൂദന സൂക്ഷിച്ച് സംസാരിക്കുന്നു പറയുന്നുണ്ട്. അതുവരെ സാറേ എന്നൊക്കെ വിളിച്ചിരുന്നത്, സൂക്ഷിച്ച് സംസാരിക്കണോ, താൻ എന്താ ഈ സംസാരിക്കുന്നത്, വിളിച്ചു വെച്ച് അപമാനിക്കറിയും, നിങ്ങളാണ് കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെയും മധുസൂദൻ അവിടെ നിന്ന് വിളമ്പുകയാണ്. പറയാം അവള്. അപ്പോൾ നമ്മുടെ സച്ചി പറയും, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട്, അതിനുശേഷം എന്താ സംഭവിച്ചത് ഞങ്ങൾക്കറിയാം, നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കല്ലേ, നുണ പറയരുത് പറയും. നുണ പറയുന്നത് ഞാനല്ലടാ, നിൻ്റെ ഭാര്യയടാ, നീ അവളാണെടാ കട്ടത്, അവൾ കട്ടിട്ടാണെടാ ജീവിക്കുന്നത്, അങ്ങനെയടാ ഇങ്ങനെയാടാ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ രവിയുടെ കൺട്രോൾ പോവാൻ. രവി പോയിട്ട് ഒരൊറ്റ പിടുത്തം പിടിക്കുകയാണ് അയാളുടെ കോളറിൻ്റെ മുകളിൽ. നിർത്തടാ, നീ എന്താ ഈ പറയേണ്ടതെന്ന് പറഞ്ഞിട്ട്. അതുവരെ സച്ചി കൺട്രോൾ ചെയ്ത് നിൽക്കൂട്ടോ. സച്ചിയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടല്ല അല്ലേ, സച്ചി കൺട്രോൾ ചെയ്തൊക്കെ പറയും. നീ എന്താടാ ഈ പറയേണ്ടത്, അനാവശ്യം പറയുന്നു, ഞങ്ങൾ പിന്നെ രേവതി മോൾ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നീ എന്തായി പറയണമെന്ന് പറഞ്ഞിട്ട് അയാളുടെ കോളറിൽ കയറി പിടിക്കുകയാണ് നമ്മുടെ രവി. അത്രയും ക്ഷമ കിട്ടണം. കാരണം അവർ പറഞ്ഞ ഓരോ വാക്കുകളും മനസ്സിൽ കിടക്കുന്നുണ്ട്. അതിൽ കോളർ കയറി ഇങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പോൾ കോളർ കയറി പിടിച്ചപ്പോൾ എല്ലാവരും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുക അച്ഛന്നൊക്കെ പറഞ്ഞ് സച്ചിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ചന്ദ്ര ചാടി വീണ് ചന്ദ്രി പിടിച്ച് രവിയേട്ടാ രവിയേട്ടാ എന്ന് പറഞ്ഞാൽ അയാളെ 3-4 ആൾക്കാർ പിടിച്ചിട്ട് അയാളെ ഒതുങ്ങുന്നില്ല. അതിൽ പറയും അപ്പോഴേക്കും സച്ചി പറയും, നിർത്തിക്കൊള്ളണം, ഇവിടെ നിർത്തിക്കൊള്ളണം, പിന്നെ ഇനി നിങ്ങളൊരു അക്ഷരം വേണ്ടി പോകരുത്, കാരണം എൻ്റെ ഭാര്യ അങ്ങനെ ചെയ്യില്ലെന്ന് 100% എനിക്ക് വിശ്വാസമുണ്ട്. അവൾ അന്തസ്സായി പൂക്കട നടത്തി ജീവിക്കുന്ന ആളാണ്. അറിയാം നീ ഒരു കുടിയനല്ലേ, നീ ഒരു ആഭാസനല്ലേ, നീ ഒരു ഗുണ്ടയല്ലേ, അങ്ങനെയുള്ള ആളുടെ ഭാര്യയല്ലേ, അവളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ സച്ചിനെ നാണം കെടുത്തണേൻ്റെ അങ്ങേറ്റം നാണം കെടുത്തും. സച്ചി സഹി കെട്ട് നിൽക്കുക. അപ്പോൾ പറയും, നീ കള്ള, എനിക്ക് തോന്നുന്നത് ഇവൻ കക്കാൻ പറഞ്ഞിട്ടാവും അവൾ വന്ന് കക്കുണ്ടാവുക, എന്നിട്ട് അവൾ വന്ന് കട്ടിട്ട് അവന് കൊണ്ടു കൊടുക്കും, എന്നിട്ട് അതുകൊണ്ട് അവൻ കുടിക്കും എന്നൊക്കെ ഇങ്ങോട്ട് പറയാണ് ഇയാൾ. അപ്പോൾ പറയും, അങ്ങനെ കുടിച്ച് അങ്ങനെ കിട്ടുന്ന പൈസയും കൊണ്ടല്ലേ
പിന്നെ നീ കള്ളു കുടിക്കുന്നത്, ഇവൾ കട്ട് കൊണ്ടുവരുന്ന മുതലും കൊണ്ടല്ലേ നീ കള്ളു കുടിക്കുന്നത്, ആ ഒരു പൂക്കടേൻ്റെ പിന്നെ മറവിൽ അതിനൊരു പൂക്കട ഇട്ട് തന്നിരിക്കുകയാണ് അതിൻ്റെ മറവിൽ, പിന്നെ ആരും അറിയില്ലല്ലോ എന്നൊക്കെ മധുസൂദനൻ പറയും നിർത്ത് സാറേ ഇത് കുറേ പറയുന്നുണ്ട്. മതി, ഇനി അധികം നിങ്ങൾ സംസാരിക്കരുത്, ഇനി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആവില്ല എന്നറിയാം. അപ്പോഴേക്കും പറയും എന്താ നീ ചെയ്യടാ, കള്ള കുടുംബങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് തന്നെ, അങ്ങനെ കഴിയുന്നവരാണ് ഇങ്ങനെ കഴിയുന്നവരാണ് ഇവരെ. ഒന്ന് ചന്ദ്രയാവട്ടെ, ഒരു മനുഷ്യൻ ഒരു അക്ഷരം ശുദ്ധി അവിടെ മറ്റേ വാഴ പോലെ നിൽക്കുന്നുണ്ട്, അയാളോ ഒരു അക്ഷരമുണ്ടല്ല. ഇപ്പുറത്ത് രേവതിയും ശ്രുതിയും മീരയും ഒന്ന് കൈയടിച്ച് ചിരിക്കുക. അവർക്ക് കാരണം അവർക്കൊരിത് വേണം, ഒരു പ്രശ്നം വേണം, എന്നാലേ അവളെ തന്ത വന്നിട്ട് തിരിച്ചു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് അവൾ ഒരു പ്രശ്നം ആരെങ്കിലും ഒന്നും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതാണ്. അവൾക്കാണെങ്കിൽ ഏറ്റവും സന്തോഷം. അങ്ങനെ അതിൽ ഈ മറ്റേ സച്ചി എന്താ പറയുക, ക്ഷമയുടെ നല്ലിപ്പടി കണ്ടിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും പിന്നെ അതിൽ പറയും ഇതിലും ഭേദം പിച്ചയ്ക്ക് പോയിക്കൂടെടാ, പിച്ചക്കാരെ പോലെ പിച്ച തിണ്ടി ജീവിച്ചൂടെ എന്നറിയും. അതിൽ നമ്മൾ സച്ചി കൈ ഇങ്ങോട്ട് ചുരുട്ടി പിടിക്കുമ്പോൾ നമ്മളെ രേവതിക്ക് മനസ്സിലായി ഇത് ഇനിയിപ്പോൾ പിടിച്ചാൽ നിൽക്കില്ല. എന്നാലും രേവതി കയ്യിൽ മുറുക്ക പിടിക്കുകയാണ്. കനഞ്ഞ് കച്ചറ ഉണ്ടാക്കേണ്ടത് നിർത്തിക്കൊള്ളണം, ഇനി അനാവശ്യം പറയുന്നത് നിങ്ങൾ കുറേ പറയണു, ഇതിൽ കൂടുതലൊന്നും കേട്ട് നിൽക്കാൻ പറ്റില്ല. അറിയുക കള്ളക്കൂട്ടങ്ങളാണ്, കള്ളന്മാരാണ്, ഗുണ്ടയാണ്, നീ ഗുണ്ടയല്ലേടാ, നീ പിന്നെ എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കണ ഗുണ്ടയല്ലേ, നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. അവസാനം നമ്മുടെ സച്ചിയുടെ കൺട്രോളാണ്ട് പോകും. സച്ചി അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് മെയ്യ പിടിച്ചൊരൊറ്റ അങ്ങോട്ട് തള്ളും മധുസൂദനെ, ഇതേ കടക്കൊടുക്കുക സ്ഥലങ്ങളുടെ മേൽ കൂടെ. അവിടുന്ന് പിടിച്ച് എണ്ണക്കുറ്റി നോക്കി രണ്ടാണ്ട് പൊട്ടിച്ച് കഴിയുമ്പോഴേക്കും കാണാം ശ്രീകാന്തും വർഷ അപ്പോഴാണ് വരുന്നത്. ഇതിൻ്റെ മുന്നൊന്നും അവർ രണ്ടാളും ഇല്ല. അവർ ചിരി മറുതാനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോഴേക്കും പിന്നെ അങ്ങോട്ട് പിടിച്ച് കസാല എടുത്തിട്ട് അയാളെ തലയ്ക്ക് തല്ലാൻ നോക്കുമ്പോഴാണ് ഇവർ വരുന്നത്. അപ്പോഴേക്കും എല്ലാവരും കൂടെ പിടിച്ച് മാറ്റി, സച്ചിനെ പിടിച്ച് എല്ലാവരും കൂടെ മാറ്റുകയാണ്. അപ്പോഴേക്കും മഹിമ എല്ലാവരും ഇങ്ങോട്ട് മാറ്റുന്ന സമയത്ത് എന്താടാ നീ കാണിച്ചത്, നീ എൻ്റെ ഭർത്താവിനെ തല്ലിയല്ലേ, നീ കള്ളക്കൂട്ടങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ ഫംഗ്ഷൻ അലങ്കോലാക്കിയില്ലേ എന്നിട്ട് മഹിമ അങ്ങോട്ട് തുടങ്ങും. നിങ്ങളെ ഭർത്താവിനോട് ആദ്യം മിണ്ടാതിരിക്കാൻ പറ, ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഞാൻ ഇയാളെ ചവിട്ടുന്നു പറയും. അപ്പോഴേക്കും ശ്രീകാന്ത് ഓടി വരും. പറഞ്ഞു ശ്രീകാന്തൊക്കെ വന്നപ്പോഴേക്കും പിടിച്ച് മാറ്റി. അപ്പോൾ എന്താ സച്ചേട്ട എന്താ ഇതെന്ന് വയ്ക്കും. അതിലറിയും. അപ്പോഴേക്കും മഹിമയ്ക്ക് കിട്ടിയ ചാൻസ്, കാരണം അവർ വന്നല്ല. അപ്പോഴേക്കും ഇവള് വർഷം വന്നിട്ട് കുറേ ഇംഗ്ലീഷിൽ കുറേ അങ്ങോട്ട് തെറി പറയുകയാണ് നമ്മുടെ സച്ചിനെ. അപ്പോഴേക്കും മഹിമ അങ്ങോട്ട് പറയുകയാണ്. അപ്പോൾ പറയും നിങ്ങൾ ഈ പ്രായത്തിനെ ബഹുമാനിച്ചോ, നീ ഒരു പ്രായമായൊരു മനുഷ്യനല്ലേ അയാളെ എങ്ങനെ തല്ലാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചിയോട് മഹിമ. അപ്പോൾ പറയും നിങ്ങളെ ഭർത്താവിൻ്റെ നാവാദ്യം ഒതുക്കി വെക്കാൻ പറയും, എന്തൊക്കെയാണ് പറഞ്ഞത് എൻ്റെ ഭാര്യേനെ കുറിച്ച്, അനാവശ്യം പറയാൻ പാടുണ്ടോ, പിന്നെ എത്ര ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ രവി പറയും ഇത് അയാൾ ചോദിച്ച് വാങ്ങിയതാണ്, അയാളോട് നിർത്താൻ പറഞ്ഞിട്ട് അയാൾ കേട്ടില്ല. അപ്പോൾ ശ്രീകാന്തും വർഷയും വന്നപ്പോൾ അയാൾ മാല കെട്ട കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ അവർ നല്ലവരായി. സച്ചി കയറി വെറുതെ അടിച്ചു എന്നുള്ള ഇതാക്കി തീർക്കാൻ വേണ്ടി ഉള്ള പരിപാടിയാണ്. അപ്പോൾ വർഷ കുറേ ഇംഗ്ലീഷ് ചീത്ത പറയുന്നുണ്ട് സച്ചിനെ. അപ്പോൾ സച്ചി അതിന് തിരിച്ചും സച്ചി പറയുന്നുണ്ട് മര്യാദയ്ക്ക് നിൻ്റെ ഭാര്യയോട് മിണ്ടാണ്ടിരുന്നോളാം പറഞ്ഞു. ആ പെണ്ണിനോട് മിണ്ടാണ്ടിരിക്കാൻ ഇതിങ്ങനെ സച്ചി രവിയോട് പറഞ്ഞു. അപ്പോൾ രവി പറയും വർഷമോളെ മിണ്ടാണ്ടിരിക്കുക, നിനക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല, എന്തോ സംഭവിച്ചു വെച്ചിട്ട്, പക്ഷേ എൻ്റെ അച്ഛനെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും നിൻ്റെ അച്ഛനെന്താ എത്ര നേരം ഇവിടെ പറഞ്ഞിരുന്നെന്ന് നിനക്കറിയോ, അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു എടുത്ത വഴിക്ക് അവൾ. അപ്പോൾ പറയും അതുതന്നെയാണ് എന്നറിയാം. അപ്പോൾ പറയും നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ബന്ധുക്കാരെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ അപമാനിച്ചില്ലേ, അതുകൊണ്ട് തന്നെയാണ് ഇവനെ കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറഞ്ഞത് ചന്ദ്രനോട് പറയും മഹിമ. അതുകൊണ്ടാണ് ഇവനിവിടെ കൊണ്ടുവരുന്നത്, ഇവൻ വന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അറിയാം. അപ്പോൾ എടുത്ത വഴിക്ക് ചന്ദ്രൻ അറിയും ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവൻ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അവനെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞത്, ഇത്ര വലിയ കാര്യമാണോ അങ്ങനെയാണ് പറഞ്ഞിട്ട് ഈ ചന്ദ്രൻ മഹിമയുടെ ഭാഗം പിടിച്ചിട്ടാണ് പറയുക. അതിൽ ഇത്ര വലിയ കാര്യമാണോ പിന്നെ പറഞ്ഞു, ഇവളെങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് കയറി വന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇത്ര വലിയ ഇത് പ്രശ്നമാക്കാൻ നിന്നത് അങ്ങനെ. അപ്പോഴേക്കും രവിക്കും ഇങ്ങോട്ട് കയറി പറഞ്ഞു ചന്ദ്രൻ മര്യാദയ്ക്ക് നീ സംസാരിച്ചോ, നീ ആരോടാ സംസാരിക്കുന്നത് നിനക്കറിയോ, നമ്മളെ മോളെ പറ്റിയിട്ടാണ് പറയുന്നത്, അവൾ പിന്നെ ഈ വീട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, അതറിയോ നിനക്ക് അറിയുന്നതല്ലേ നമ്മുടെ കുട്ടീനെ കുറിച്ച്, എന്നിട്ട് നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറയും. അപ്പോൾ പറയും വീട്ടിൽ ഇയാൾ
ഈ മധുസൂദനൻ പറയുന്നുണ്ട് വീട്ടിൽ ഇത്രയും, അപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, വീട്ടിൽ ഇത്രയും സ്വർണ്ണം ഇരുന്നിട്ട് ഒരിക്കലും എൻ്റെ ഭാര്യ അതിന്ന് ഒന്ന് അങ്ങനെ കക്കണവരാണെങ്കിൽ അവിടുന്ന് കക്കില്ലേ അറിയും. അപ്പോൾ പറയും അവിടുന്ന് കക്കൽ ഇവിടെ വന്നിട്ടൊക്കെ പ്ലാൻ ചെയ്തതാണ്, എന്നിട്ടാണ് കട്ടതെന്നാണ് പറയും. അങ്ങനെ ഒരു ഡയലോഗ് അയാൾ പറയുന്നുണ്ട്. അതുകൊണ്ട് അതുകൊണ്ട് കട്ടതാ, അവിടുന്ന് കട്ടുക എല്ലാവരും അറിയില്ല, ഇവിടെ നിന്നാണെങ്കിൽ ആരും അറിയില്ലല്ലോ. പക്ഷെ ഞാൻ പിന്നെ കണ്ടതുകൊണ്ടല്ലേ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞത് എന്നൊരു വാക്ക് പറയുന്നുണ്ട് മറ്റേ മധുസൂദൻ. അതിലാണ് കയറി അടിക്കേണ്ടത് നമ്മളുടെ സച്ചിട്ടോ. അപ്പോൾ പിന്നെ പറയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്ര വഴക്കാണ്. അപ്പോൾ പറയും പിന്നെ എന്താണ് ശ്രീകാന്ത് പറഞ്ഞത്, സച്ചേട്ടാ നിർത്ത്, എന്താ സച്ചേട്ടാ ഈ കാണിക്കുന്നതെന്ന് പറയും. അപ്പോൾ പറയും നീയും അച്ഛനൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഫംഗ്ഷന് വന്നത്, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു, നിങ്ങളൊക്കെ കൂടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിലേക്ക് വരില്ലായിരുന്നു, ഞാനും എൻ്റെ ഭാര്യ ഇതിലേക്ക് വരില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ കാരണം ശ്രീകാന്തിൻ്റെ സ്വഭാവം അറിയാം. അപ്പോൾ നീ നിൻ്റെ അമ്മായച്ചൻ്റെ കൂടെ നിന്നടാ, ഇവിടെ നടന്നോന്നും നിനക്കറിയില്ല, എന്തൊക്കെ ഇവിടെ നടന്നതെന്ന് നമുക്ക് അറിയുമെന്ന് പറയും. അപ്പോൾ അപ്പുറത്തെ ശ്രുതി മീരിയും കൂടി ഇത് കൈയടിച്ച് ചിരിക്കുകയാണ്, കാരണം അവർക്കൊരു പ്രശ്നം വീണ് കിട്ടിയല്ലോ. അപ്പോൾ പറയും പിന്നെ എന്താണ് നീ അതിനെപ്പറ്റിയൊന്നും നീ പറയണ്ടെന്ന് അറിയാം. അപ്പോൾ പറയും എന്തായിക്കോട്ടെ, എന്നാലും ഈ ചെയ്തത് തൊട്ട് ശരിയില്ല, ഞങ്ങളെ ബന്ധുക്കാരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു, നിങ്ങൾ ചോദിച്ചു വാങ്ങിയതാണ് അടി. രവി പറയും ചോദിച്ചു വാങ്ങിയതാണ് അടി, അല്ലാണ്ട് ഒരുപാട് പ്രാവശ്യം ക്ഷമയോടെ നെല്ലിപ്പടി കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞതാണ്, പറയല്ലേ ഇത്രയും ഈ പ്രശ്നം ഇത്രയും രൂക്ഷാക്കിയത് മധുസൂദനൻ ഒരുത്തനാണ്, വേറെ ആരുമല്ല എന്നൊക്കെ പറയും. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യാം. അപ്പോഴേക്കും ശ്രീകാന്തൊക്കെ മണ്ണുണ്ണിയെ പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവനെ അന്വേഷിക്കേണ്ട എന്താ സംഭവിച്ച് എന്താണ് ഇവിടെ നടന്നതെന്ന് അവനറിയാം. അപ്പോൾ ശ്രീകാന്തിനോട് രവി പറഞ്ഞു നിനക്കറിയില്ല ശ്രീകാന്ത് ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത് നിനക്കറിയില്ല. മറ്റേതുണ്ട് മരവാഴ, ശ്രുതിയുടെ ഭർത്താവ് സുധി, അയാളൊരു മരവാഴയാണ്, 2 മരവാഴകളാണ് രവിക്കുള്ളത്. അതിൽ ഒരു ആൺകുട്ടി എന്ന് പറയുന്നത് സച്ചിയാണ്. അയാൾ അവിടുന്ന് പിന്നെ ഞങ്ങളിങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഈ ഫംഗ്ഷന്, വാ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കയ്യും പിടിച്ച് നമ്മുടെ സച്ചി അവിടുന്ന് പോവുകയാണ്. സച്ചി അവിടുന്ന് പോകുമ്പോൾ പോക്കെങ്ങനെ ഈ ഓടക്കാട്ടിലിങ്ങനെ ആന കയറി അങ്ങനെ ആ ഒരു അവസ്ഥയിലേക്ക് ആസാരകളൊക്കെ താട്ടി തെറിപ്പിച്ച് രേവതിയുടെ കയ്യും പിടിച്ചും കൊണ്ട് പോവുകയാണ് സച്ചി. ഇനി ഇവിടെ നിൽക്കണം, നമുക്ക് പോവാമെന്നറിയാം. അപമാനിക്കാവുന്നതിൻ്റെ അപ്പുറം അവർ അപമാനിച്ചു ഈ ഒരു കുടുംബത്തിനെ. എന്നിട്ട് അതുവരെ സഹിച്ചും ക്ഷമിച്ചു നിന്നു. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്, ബാക്കി കയ്യാങ്കളി നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്താ പറയുക, ഇത് ചെമ്പനീർ പൂ ആരും മിസ് ചെയ്യരുത്. നമ്മളൊക്കെ കാണാൻ ആഗ്രഹിച്ച ആ ഒരു റിയാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു റിയാക്ഷനായി പോയി സച്ചിയുടെ. അപ്പോൾ അത് ആരും മിസ് ചെയ്യാണ്ട് കാണരുത്. അതുപോലെ എൻ്റെ കഥ കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് കേട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണം. അതുപോലെ ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി അതുപോലെ ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. എല്ലാവരുടെയും നല്ല നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, thank you.